PM ശ്രീ വിവാദങ്ങൾക്കിടെ CPI അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. സ്ഥലത്തില്ലാത്ത അംഗങ്ങൾ ഓൺലൈനിൽ യോഗത്തിൽ പങ്കെടുക്കും. നാളത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ സമയം മാറ്റി വൈകിട്ടാണ് മന്ത്രിസഭാ യോഗം ചേരുക. സുനിൽ ഐസക്കുണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ ഐസക്ക്, ഈ യോഗത്തിൽ ഏതെങ്കിലും നിർണായകമായ തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണല്ലോ ഇന്നലെ പറഞ്ഞിരുന്നത്. അതിൽ ഏതെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അജി, നമ്മൾ രാവിലെ മുതൽ തന്നെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയുണ്ട്. അതായത് ഈ സമവായ ശ്രമങ്ങൾ തുടരുകയാണ്. അതായത് അനുനയത്തിന്റെ പാതയിലേക്ക് CPI എത്തിച്ചേരുന്നു. അതിൽ മുഖ്യമന്ത്രി ഇന്നലെ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ ചിലത് CPI അംഗീകരിക്കാമെന്നൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. അത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. മുഴുവൻ നേതാക്കളും ഇവിടെയില്ല. ഇവിടെ സ്ഥലത്തില്ലാത്ത നേതാക്കൾ ഓൺലൈനായിട്ടാണ് യോഗത്തിൽ ചേരുന്നത്. യോഗത്തിൽ ഒരു നിർണായകമായ തീരുമാനമൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ നാളെ മന്ത്രിസഭാ യോഗം ഉണ്ട്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ CPI ഉറച്ചു നിൽക്കുകയാണെന്ന വിവരമാണ് കിട്ടുന്നത്. കാരണം ഇക്കാര്യം 4 മന്ത്രിമാരും രേഖാമൂലം മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ സമയം മാറ്റിയിട്ടുണ്ട്. സാധാരണഗതിയിൽ രാവിലെ 9:30 മണിക്ക് 10 മണിക്കൊക്കെയാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. പക്ഷേ അതിന്റെ സമയം മാറ്റിയിരിക്കുന്നു. വൈകിട്ട് 3:30ത്തേക്കാണ് സമയം മാറ്റിയിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ കൂടെ സൗകര്യാർത്ഥമാണ് സമയം മാറ്റിയതെന്ന വിശദീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അതിനിടെ CPI അനുനയിപ്പിച്ച് മന്ത്രിമാരെ മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന ശ്രമം കൂടി നടക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ.